നമസ്കാരം. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ PV അൻവറിൻ്റെ വാർത്തകളാണ്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നതിന് വേണ്ടി അൻവറിൻ്റെ സ്വന്തം പാർട്ടിയായ DMKയുടെ പ്രതിഷേധ പ്രകടനം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടക്കുകയും അവിടെ അടഞ്ഞുകിടന്ന ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂരിലെ DMK പ്രവർത്തകർ അടിച്ചു തകർക്കുകയും നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് അൻവറിനെതിരെ എടുത്ത കേസും തുടർന്ന് അൻവറിൻ്റെ അറസ്റ്റിൽ കലാശിച്ചതും. എന്നാൽ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി PV അൻവറിന് ജാമ്യം അനുവദിച്ചോടെ അദ്ദേഹത്തിന് ഒരു രാത്രി മാത്രമേ ജയിലിൽ കഴിയേണ്ടതായി വന്നുള്ളൂ. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഏതാണ്ട് 35,000 രൂപയുടെ നഷ്ടമാണ് ഫോറസ്റ്റ് ഓഫീസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. കൂടാതെ അനുമതിയില്ലാതെ സംഘം ചേർന്ന് കൂട്ടം കൂടി നിൽക്കുക, അക്രമ സ്വഭാവത്തോടു കൂടി പെരുമാറുക, കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടി ഒത്തുകൂടുക, ഇതൊക്കെയാണ് PV അൻവറിൻ്റെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഇതിനു മുമ്പ് PV അൻവർ പോലീസിൻ്റെ ഫോൺ ചോർത്തിയ വിവരവും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പെരുമാറ്റ ചട്ടലംഘനം നടത്തിയ കാര്യമെല്ലാം പോലീസ് കസ്റ്റഡി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് PV അൻവറിനെ ഏത് വിധേനയും ജയിലിൽ കിടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും CPMൻ്റെയും തിട്ടൂരമനുസരിച്ചിട്ടാണ് പോലീസ് പെരുമാറിയത്. എന്നാൽ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി PV അൻവറിനെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. PV അൻവറിൻ്റെ പേരിൽ പോലീസ് ചുമത്തിയിരുന്നത് പ്രേരണാ കുറ്റമാണ്. DMK പ്രവർത്തകർ നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുന്ന സമയത്ത് PV അൻവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് PV അൻവറിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഈ കുറ്റത്തിന് ജയിലിൽ അടയ്ക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി PV അൻവറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. എല്ലാ ബുധനാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം, ജില്ല വിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ പോലീസ് മേധാവിയുടെ അനുമതി മേടിച്ചിരിക്കണം എന്നിങ്ങനെയുള്ള ചില നിബന്ധനകൾ കൂടി തന്നെയാണ് PV അൻവറിന് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ നിരദ്രവ്യം കെട്ടിവെക്കേണ്ടതായും വന്നു. എന്നാൽ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിൽ ഈ അറസ്റ്റ് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറിന് നാളിതുവരെ ഇല്ലാത്ത ഒരു പ്രതിച്ഛായയാണ് രാഷ്ട്രീയത്തിൽ വീണ്ടെടുക്കാൻ സാധിച്ചത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രാഷ്ട്രീയ അമളിയാണ് CPMന് പറ്റിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കേരള രാഷ്ട്രീയത്തിൽ അത്രയൊന്നും സജീവമല്ലാതെ നിന്നിരുന്ന, അത്രയൊന്നും മുകളിലേക്ക്, അതായത് അപ്പർ ലൈനിലേക്ക് വരാതിരുന്ന PV അൻവറിന് ഒറ്റ രാത്രി കൊണ്ട് വലിയ ഒരു പ്രതിച്ഛായയാണ് ഈ അറസ്റ്റിലൂടെ പിണറായി വിജയനും CPMും നേടിക്കൊടുത്തത് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ PV അൻവർ UDFിലേക്ക് ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിലെ ചില സമുന്നതരായ നേതാക്കൾ വഴി തന്നെയാണ് UDF പ്രവേശനത്തിന് വേണ്ടി PV അൻവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. DMK രൂപീകരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ശരിയായ DMKയുടെ നേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി PV അൻവർ ചർച്ചകൾ നടത്തുകയുണ്ടായി. എന്നാൽ ഇതിനെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ വിഘാതങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ദേശീയ തലത്തിൽ DMKക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അൻവറിൻ്റെ സ്വപ്നമാണ് അതോടുകൂടി പൊലിഞ്ഞത്. അതിന് പിണറായി വിജയൻ തന്നെയാണ് ആ സ്വപ്നത്തിൻ്റെ കടക്കൽ കത്തിവെച്ചത്. എന്നാൽ അൻവർ UDFിലേക്ക് പ്രവേശിക്കുന്നതിന് പിണറായി വിജയന് യാതൊരു തരത്തിലും തടയിടാൻ സാധിക്കില്ല. UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ പ്രധാന നേതാവായ കുഞ്ഞാലിക്കുട്ടി വഴിയാണ് PV അൻവർ UDFിലേക്കുള്ള പ്രവേശന കവാടം തുറക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനം. അതെന്ത് തന്നെയായാലും ഇന്നലെ UDFിലെ പ്രമുഖരായ നേതാക്കളെല്ലാം, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം PV അൻവറിൻ്റെ അറസ്റ്റിനെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ രാഷ്ട്രീയപരമായ പാപ്പരത്വം തന്നെയാണ് പിണറായി വിജയനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കി കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ള പിണറായി വിജയൻ്റെ ഈ രാഷ്ട്രീയ സമീപനത്തോട് ഒരു കാരണവശാലും തങ്ങൾക്ക് യോജിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായ P കുഞ്ഞാലിക്കുട്ടിയും UDFിൻ്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും അതുപോലെ നിരവധി നേതാക്കൾ UDFിൽ നിന്നും PV അൻവറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 2025 നടക്കാനിരിക്കുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്കും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും UDFിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് PV അൻവർ മത്സരിക്കും, അല്ലെങ്കിൽ PV അൻവർ UDFിലേക്ക് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൗപചാരികമായി PV അൻവർ UDFിലേക്ക് വരുന്ന ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വാർത്ത.
എന്നാൽ പ്രതിപക്ഷ നേതാവ് അടക്കം UDFന്റെ പ്രമുഖ നേതാക്കൾ ഇത് അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിൽ യാതൊരു ചർച്ചയും നടന്നതായി എനിക്കറിയില്ല എന്ന് തന്നെയാണ് VD സതീശൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ UDFിലേക്ക് PV അൻവറിന്റെ പ്രവേശനത്തെ യാതൊരു തരത്തിലും തടയുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ല. വരുന്ന നാളുകളിൽ ഒരുപക്ഷെ അത് സംഭവിച്ചേക്കാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണ്. ഇനിയും അധികാരമില്ലാതെ കോൺഗ്രസിനും ലീഗിനും പുറത്തു നിൽക്കേണ്ടി വന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, രാഷ്ട്രീയത്തിൽ തന്നെ വളരെ സങ്കീർണമായ അന്തരീക്ഷം സൃഷ്ടിക്കും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് PV അൻവറിനെ കൂടി ഉൾപ്പെടുത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് മത്സരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. UDFിലേക്ക് വൈകാതെ PV അൻവർ ചേക്കേറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ മേഖലയിൽ അവരുടെ നിർണായകമായ ശക്തി തെളിയിക്കാൻ സാധിക്കും. PV അൻവർ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ്. PV അൻവർ തുടർച്ചയായി ജയിച്ചു കയറി വരുന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. മാത്രമല്ല പിണറായി വിജയനും CPMനും കൃത്യമായ തിരിച്ചടികൾ നൽകാൻ പ്രാപ്തിയുള്ള നേതാവ് എന്ന രീതിയിൽ തന്നെ UDF PV അൻവറിനെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ PV അൻവർ UDFിലെ ചില നേതാക്കൾക്കെതിരെ, വിശിഷ്യ പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരെ വരെ ചില ആരോപണങ്ങൾ ഉയർത്തിയത് ഇപ്പോഴും UDF പ്രവർത്തകരുടെ ഉള്ളിലുണ്ട്, കോൺഗ്രസ് നേതാക്കളുടെ ഉള്ളിലുണ്ട്. VD സതീശന് ബംഗളൂരുവിൽ നിന്നും ഏതാണ്ട് 125 കോടിയുടെ കള്ളപ്പണം കണ്ടെയ്നറിൽ എത്തിയിരുന്നു. മീൻ ലോറിയിലാണ് അത് എത്തിയിരുന്നത്. ചാവക്കാട് വഴി എത്തിയ ആ പണം വീണ്ടും ബാങ്ക് വഴി ബംഗളൂരിലേക്ക് തന്നെ പോയി എന്നൊക്കെയാണ് അന്ന് PV അൻവർ ഉയർത്തിയ ആരോപണം. ഇതിന് VD സതീശൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 രൂപയുടെ ഒരു പണം എനിക്ക് എവിടെ നിന്നെങ്കിലും വന്നിട്ടുണ്ട് എന്ന് PV അൻവർ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ PV അൻവർ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്നാണ് അന്ന് VD സതീശൻ PV അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് മറുപടി കൊടുത്തത്. എന്നാൽ അതിനുശേഷം PV അൻവർ പിന്നീട് ഈ ആരോപണങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയുകയുണ്ടായില്ല. അതായത് PV അൻവർ അന്ന് VD സതീശനെതിരെ ഉണ്ടയില്ല വെടി തന്നെയാണ് വച്ചത്. ഇതുപോലെ തന്നെ മാധ്യമങ്ങൾക്കെതിരെയും PV അൻവർ ഒരിക്കൽ കുറിച്ചു ചാടുന്ന കാഴ്ച കാണാമായിരുന്നു. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിനെ ഓൺലൈൻ മാധ്യമത്തിന് 1-ാം നമ്പർ ശത്രുവായും, ക്രൈം ഓൺലൈന് 2-ാം നമ്പർ ശത്രുവായും, മലയാളി വാർത്തയിലെ സോയുമോനെ 3-ാം നമ്പർ ശത്രുവായും, i2i സുനിലിനെ 4-ാം നമ്പർ ശത്രുവായും എല്ലാം ചെസ്റ്റ് നമ്പർ ഇട്ടുകൊണ്ടായിരുന്നു PV അൻവർ അന്ന് ചില പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. ഈ ചാനലുകാരെയെല്ലാം കെട്ടിപ്പൂട്ടി വീട്ടിലിരുത്തിയിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ എന്ന രീതിയിൽ PV അൻവർ തൻ്റെ സ്വാധീനമുള്ള ചില മാധ്യമങ്ങളിലൂടെ ചില പോസ്റ്റുകൾ ഇടുകയുണ്ടായി. മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിനെതിരെ PV അൻവർ നടത്തിയ നിയമ പോരാട്ടങ്ങൾ ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല. മറുനാടൻ മലയാളി ഈ കഴിഞ്ഞ ദിവസവും തൻ്റെ വാർത്തയിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. ക്രൈം ഓൺലൈനെതിരെയും PV അൻവർ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ PV അൻവറിന് PV അൻവറിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സമൂഹത്തിലെ നെറുകേടുകൾക്കെതിരെയും അഴിമതിക്കെതിരെയും അരാജകത്വത്തിനെതിരെയും സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സമൂഹത്തിലെ പുഴുക്കുത്തുകൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ കർത്തവ്യം. അവിടെ ഞങ്ങൾ മുഖങ്ങൾ നോക്കാറില്ല. നിലപാടുകളുടെ ശരിയും തെറ്റും വിവക്ഷിച്ചുകൊണ്ട് അത്തരം നിലപാടുകൾ ശരിയായ സമയത്ത് ശരിയായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ വ്യക്തികൾക്കോ മുഖങ്ങൾക്കോ ഞങ്ങൾ പ്രാധാന്യം നൽകാറില്ല. നിഷ്പക്ഷതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്യാറുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന വാർത്തകൾ ഒരിക്കലും വ്യക്തിയാധിഷ്ഠിതമല്ല, വിഷയാധിഷ്ഠിതമായി തന്നെയാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്യാറുള്ളത്. അത്തരം വാർത്തകളിൽ ഒരുപക്ഷെ PV അൻവർ എന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും PV അൻവറിനെ വ്യക്തിയാധിഷ്ഠിതമായി അധിക്ഷേപിക്കുന്ന ഒരു വാർത്തയും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. എന്നാൽ ഇനിയും നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നേരും ശരിയും നോക്കി തന്നെയായിരിക്കും ഞങ്ങൾ വാർത്തകൾ ചെയ്യുക. PV അൻവർ നല്ലത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ നല്ലത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ PV അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതും പൊതുജന സമൂഹത്തോട് തുറന്നു പറയാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിന് ഞങ്ങൾക്ക് ഭയമില്ല. അക്കാര്യത്തിൽ ആരുടെയും മുന്നിൽ ഞങ്ങൾ മുട്ടും മടക്കില്ല. എന്തായാലും PV അൻവറിന്റെ UDF പ്രവേശനം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു 3.0 എന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ പിണറായി വിജയൻ തൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തുവാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ CPMനകത്തും പുറത്തും പരക്കുമ്പോൾ UDF വളരെ ശക്തിയോടുകൂടി തന്നെ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ UDFന്റെ ശക്തി കേന്ദ്രമായി PV അൻവറിനെ കൂടി UDFന്റെ പാളയത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും UDFന്റെ
2026 ജയിച്ചു കയറാൻ സാധിക്കും, ഭരണം പിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും PV അൻവർ UDF എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിന് UDF നിന്നും പച്ചക്കൊടി കാണിച്ചതായി അറിവില്ല. വൈകാതെ UDF പ്രവേശനത്തിന് PV അൻവറിന് പച്ചക്കൊടി കാണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം കാഴ്ചകൾ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.